എല്ലാവർക്കും ലേണേഴ്സിന്റെ ഹിസ്റ്ററിയുടെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ 9th 4th ചാപ്റ്റർ കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. നമുക്കറിയാം ചാപ്റ്റർ മിഡീവൽ ഇന്ത്യയിലെ അല്ലെങ്കിൽ മധ്യകാല ഇന്ത്യയിൽ ഉണ്ടായിരുന്ന അധികാര കേന്ദ്രങ്ങളെ കുറിച്ചായിരുന്നു. അതിൽ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്, നമ്മളൊക്കെ ടൂർ പോകാറുണ്ട്. ടൂർ പോകുന്ന സമയത്ത് നമ്മുടെ സൗത്ത് ഇന്ത്യ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ദക്ഷിണേന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു പ്ലേസ് ആണ് ഹംപി എന്ന് പറയുന്ന പ്രദേശം. കേട്ടിട്ടുണ്ടോ മക്കളെ? ഹംപി എന്ന് പറയുന്ന പ്രദേശത്തിലെ ഒരു പ്രത്യേകത ഉണ്ട്. ആ ഹംപി ക്യാപിറ്റൽ ആയിക്കൊണ്ട് ഇന്ത്യ ഭരിച്ച ഒരു പ്രധാനപ്പെട്ട എംപയർ അല്ലെങ്കിൽ രാജാക്കന്മാരുണ്ടായിരുന്നു. ആ രാജാക്കന്മാരെ എല്ലാം അറിയപ്പെട്ടത് ഒരു സാമ്രാജ്യത്തിന്റെ കീഴിലാണ്. ആ സാമ്രാജ്യമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അതിന്റെ പേരാണ് വിജയനഗര എംപയർ എന്ന് പറയും. എന്താ പറയാ? വിജയനഗര എംപയർ അല്ലെങ്കിൽ വിജയനഗര സാമ്രാജ്യം എന്ന് പറയും. ഓക്കെ അല്ലേ? അപ്പൊ ഈ വിജയനഗര എംപയർ അല്ലെങ്കിൽ വിജയനഗര സാമ്രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ, അവിടെ പ്രധാനപ്പെട്ട രാജാക്കന്മാര് ആരെല്ലാമായിരുന്നു എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഒറ്റ കാര്യം പഠിച്ചു. വിജയനഗര സാമ്രാജ്യം ഏത് പ്രദേശത്തെ കേന്ദ്രീകരിച്ചാ ഭരിച്ചത് മക്കളെ? ഹംപി കേന്ദ്രീകരിച്ച്. ഹംപി എന്ന് പറയുന്നത് എവിടെയാണ്? കർണാടകയിലാണ്. നമ്മൾ കർണാടകയൊക്കെ സ്ഥിരം ടൂർ പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നതിലേക്ക് നോക്കാം. ആരാണ് സ്ഥാപിച്ചത് നമുക്ക് പരിശോധിക്കാം. അപ്പൊ ആദ്യം നമ്മൾ പഠിച്ചത് എവിടെ സ്ഥിതി ചെയ്യുന്നത്? സൗത്ത് ഇന്ത്യയിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഈ സൗത്ത് ഇന്ത്യ എന്ന് പറയുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. സൗത്ത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനമായ കർണാടകയിലെ ഹംപി കേന്ദ്രീകരിച്ചാന്ന് പറയുന്നത്. എസ്റ്റാബ്ലിഷ്ഡ് ഏകദേശം 1336 1336 1336 എന്ന് പറയും. അഥവാ 1336 ആര് സ്ഥാപിച്ചത് മക്കളെ? രണ്ട് ബ്രദേഴ്സ് അല്ലെങ്കിൽ സഹോദരന്മാരായിരുന്ന ബ്രദേഴ്സ് ഓഫ് ഹരിഹര ആൻഡ് ബുക്ക. ആരൊക്കെയാണ്? ഹരിഹര ആൻഡ് ബുക്ക എന്ന് പറയുന്ന രണ്ട് പ്രധാനപ്പെട്ട സഹോദരന്മാരാണ് ഈ സാമ്രാജ്യത്തിന്റെ തുടക്കക്കാരെന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇതൊന്നും നമുക്ക് പഠിക്കാനില്ല, ടെക്സ്റ്റ് ബുക്കിൽ ഇതൊന്നും പറയുന്നില്ല. എന്നാലും നിങ്ങൾ ഓർത്തു നോക്കുക, വിജയനഗര സാമ്രാജ്യം ആരാണ് സ്ഥാപിച്ചത്? ഫൗണ്ടർ ഓഫ് വിജയനഗര എംപയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളത് പഠിക്കണം. ഹരിഹര ആൻഡ് ബുക്ക. ഓക്കെ അല്ലേ? ഹരിഹരനും ബുക്കയുമാണത് സ്ഥാപിച്ചത് 1336. ഇനി ഒറ്റ കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ചാപ്റ്ററിലേക്ക് വരാം. ഈ പ്രധാനമായിട്ടും വിജയനഗര എംപയർ അല്ലെങ്കിൽ വിജയനഗര സാമ്രാജ്യം എന്ന് പറയുന്നത് 4 ഡൈനാസ്റ്റികൾ അല്ലെങ്കിൽ 4 രാജവംശമാണ് ഭരിച്ചത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സംഗമ. ഏതാ നമ്മളെ? സംഗമ രാജവംശം എന്ന് പറയും. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സലുവ രാജവംശം എന്ന് പറയും. ഏതാ സെക്കൻഡ്? സലുവ. തേർഡ് വൺ തുളുവ ആൻഡ് ഫോർത്ത് വൺ അരവിഡ് എന്ന് പറയുന്ന രാജവംശം. അപ്പൊ ഏതൊക്കെ 4 ഉണ്ടോ ഒന്ന് ഓർത്ത് നോക്കിയാൽ, 1 സംഗമ, 2 സലുവ, 3 തുളുവ, 4 അരവിഡ് എന്ന് പറയുന്ന രാജവംശം. ഈ 4 രാജവംശം കൂടിയിട്ടാണ് ഏത് സാമ്രാജ്യത്തിൽ ഭരിച്ചത്? വിജയനഗര സാമ്രാജ്യം ഭരണം നടത്തിയിരുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ പഠിച്ചെന്താണ്? വിജയനഗര സാമ്രാജ്യത്തിലെ 4 പ്രധാനപ്പെട്ട രാജവംശങ്ങൾ. ഓക്കെ അല്ലേ? ഇത് നമുക്ക് എക്സാമിൽ ഒന്നും ചോദിക്കില്ല. നിങ്ങൾ എന്നാൽ ഓർത്തു നോക്കുക. 1 സംഗമയാണ് രാജവംശമാണ്, 2 സലുവ രാജവംശമാണ്, 3 തുളുവ രാജവംശമാണ്, 4 അരവിഡ്. അത് അരവിഡ് എന്ന് പറയുന്ന രാജവംശം. അവിടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്, കൃഷ്ണദേവരയെ കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം തുളുവ രാജവംശത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. അവിടെ ടെക്സ്റ്റ് ബുക്ക് പറയുന്നുണ്ട്. ഏത് രാജവംശത്തിലാണ്? തുളുവ രാജവംശത്തിൽപ്പെട്ട ഒരു ഭരണാധികാരിയാണ്. അപ്പൊ ഇതൊക്കെ ഓക്കെ. ഇതാണ് നമ്മുടെ ഈ വിജയനഗര സാമ്രാജ്യത്തിന്റെ ഒരു ഇൻട്രഡക്ഷൻ. എന്താന്ന് ചോദിച്ചാൽ ഈ കാര്യങ്ങൾ നമുക്ക് ആദ്യം പഠിച്ചു വെക്കണം. എന്നിട്ടാണ് നമ്മൾ എന്ത് പഠിക്കാൻ പോകുന്നത്? അവരുടെ ഭരണ സംവിധാനങ്ങളെ കുറിച്ച് പഠിക്കാൻ പോകുന്നത്. ഒറ്റ കാര്യം നിങ്ങൾ ഓർത്തു വെക്കുക. ഇവിടെ പ്രത്യേകത നമുക്കറിയാം. ഈ സാമ്രാജ്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് ഹു ഈസ് ദ ഹെഡ് ഓഫ് ദി എംപയർ? സാമ്രാജ്യത്തിന്റെ തലവൻ ആരായിരിക്കും മക്കളെ? ആരായിരിക്കും? ഒന്ന് പറയേ. കിങ് ആണ്. അപ്പൊ രാജാവാണ് ഇതിലൊക്കെ ഹെഡ് എന്ന് നമ്മൾ ആദ്യം പഠിച്ചു കൊടുക്കാം. ഓക്കെ അല്ലേ? ആരാ ഹെഡ്? രാജാവാണ്. അദ്ദേഹത്തെ സഹായിക്കാൻ ആരുണ്ടായിരിക്കും? ഒരു സ്ട്രോങ് ആർമി ഉണ്ടായിരിക്കും. ആരുണ്ടായിരിക്കും? ഒരു സ്ട്രോങ് ആർമി അല്ലെങ്കിൽ ശക്തമായ സൈന്യം അവരുടെ കയ്യിലുണ്ടായിരിക്കും. ഈ സൈന്യം എന്ന് പറയുന്നത് നമുക്കറിയാം. ഈ സൈന്യമാണ് എന്ത് കൺട്രോൾ ചെയ്യുന്നത് മക്കളെ? അവരുടെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ പൊതുഭരണം എല്ലാം തന്നെ മുന്നിൽ, അല്ലെങ്കിൽ അവിടുത്തെ ഭരണമെല്ലാം തന്നെ വളരെ വ്യക്തമായ രീതിയിൽ കണ്ടു നടക്കുന്നതെല്ലാം തന്നെ ഈ ആർമിയുടെ നേതൃത്വത്തിലായിരിക്കും. അതോടൊപ്പം തന്നെ ഈ ആർമിയാണ് എന്തിനാ ആർമി സ്ഥാപിക്കുന്നത്? ഭരണം നടത്താനാണ്. ഭരണത്തെ സഹായിക്കണം. ഭരണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ രാജാവിനെ സഹായിക്കാനാണ് സൈന്യം. അതോടൊപ്പം തന്നെ ഒരു ഫോറിൻ എനിമികൾ അല്ലെങ്കിൽ വിദേശ ശത്രുക്കൾ നമ്മൾ ആക്രമിക്കുകയാണെങ്കിൽ അവരെ ആര് ചെറുത്ത് നിൽക്കും? ആരാ ചെറുക്കുക? അത് ചെറുത്ത് നിൽക്കുന്നത് നമ്മുടെ ഈ സ്ട്രോങ് ആർമി അല്ലെങ്കിൽ സൈന്യമായിരിക്കും എന്ന് ഓർത്തു വെക്കുക. അപ്പൊ സൈന്യം എന്തിനാണ്? ഈ രാജ്യത്തെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ രാജ്യത്തെ നമ്മുടെ അതിർത്തിയെല്ലാം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഓർത്തു വെക്കുക. അതോടൊപ്പം തന്നെ അവർ കൺസ്ട്രക്റ്റഡ് സെവറൽ ലാർജ് ഫോർട്ട്. എന്താ ലാർജ് ഫോർട്ട് എന്ന് പറഞ്ഞാൽ? ഒരുപാട് വലിയ ഫോർട്ടുകൾ. എന്താ ഫോർട്ട് നമുക്കറിയാലേ? വലിയ വലിയ കോട്ടകൾ പണി കഴിപ്പിച്ചവരായിരുന്നു വിജയനഗര സാമ്രാജ്യ ഭരണാധികാരി. ഫോർ എക്സാമ്പിൾ, കർണാടകയിലെ
വെല്ലൂരിൽ ഉണ്ടായിരുന്ന ഒരു ഫോർട്ട്, വെല്ലൂർ ഫോർട്ട് എന്ന് പറയും. വെല്ലൂർ ഫോർട്ട് ഒക്കെ അതിന് എക്സാമ്പിൾ ആണ്. ജസ്റ്റ് ഓർത്ത് നോക്കാം. ഇനി നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് ഈ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. അതിന്റെ ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. 4 രാജവംശം ആരാണ് സ്ഥാപിച്ചത്, എന്നാ സ്ഥാപിച്ചത്, ഏത് എംപയറാണ്. നമുക്ക് എക്സാമ്പിൾ ഒന്നല്ല ചോദിക്കാം. എന്താ ചോദിക്കുക? വിജയനഗര സാമ്രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഈ സാമ്രാജ്യത്തിലെ ഭരണ സംവിധാനം, അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം എങ്ങനെയായിരുന്നു. 2 പോയിന്റ് നിങ്ങൾ പഠിച്ചാൽ നമുക്ക് എക്സാമിന് മാർക്ക് സ്കോർ ചെയ്യാം. 1 എന്ന് പറയുന്നത് നമ്മളെല്ലാ ക്ലാസ്സിലും പറയുന്ന പോലെ നമ്മൾ എന്തായിരിക്കും പഠിക്കുന്ന മക്കളെ? ഭരണ സംവിധാനമാണ് അല്ലേ? അപ്പൊ ഈ 2 പോയിന്റ് എന്ന് പറയുന്നത് 1 നായകർ സിസ്റ്റം എന്ന് പറയും, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് അയ്യങ്കാർ സിസ്റ്റം എന്ന് പറയും. ഏതൊക്കെ 2 സിസ്റ്റം? 1 നായകര സിസ്റ്റം, 2 എന്താണ്? അയ്യങ്കാർ സിസ്റ്റം എന്ന് പറയും. ഓക്കെ അല്ലേ? അപ്പൊ എന്താണ് ഈ നായകര സിസ്റ്റം എന്ന് നമുക്ക് പഠിച്ചാലോ? ഈ നായകര സിസ്റ്റത്തെ അറിയപ്പെടുന്നത് സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. അപ്പൊ വിജയനഗര സാമ്രാജ്യത്തിന്റെ കേന്ദ്ര ഭരണം എന്ന് പറയുന്നതാണ് എന്ത് മക്കളെ? നായകര സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നായകര സിസ്റ്റം എന്താണ്? സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. കേന്ദ്ര ഭരണത്തിന്റെ മറ്റൊരു പേരാണ് എന്ത്? നായകര സിസ്റ്റം എന്ന് പറയും. അപ്പൊ പ്രാദേശിക ഭരണമായിരിക്കും എന്ത്? അയ്യങ്കാർ സിസ്റ്റം. ഓക്കെ അല്ലേ? എല്ലാ രാജ്യഭരണത്തിലും എന്തുണ്ട്? കേന്ദ്ര ഭരണമുണ്ട്, എന്തുകൊണ്ട്? പ്രാദേശിക ഭരണമുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് എന്താണ്? കേന്ദ്ര ഭരണത്തെ കുറിച്ചാണ്. ഈ കേന്ദ്ര ഭരണം എന്ത് പേരിൽ അറിയപ്പെട്ടു? നായകര സിസ്റ്റം എന്ന പേരിൽ അറിയപ്പെട്ടു. എന്താണെന്നുള്ള കാരണം നമുക്ക് പഠിച്ചാലോ? നമുക്കറിയാം കേന്ദ്ര ഭരണം അല്ലെ? ആരായിരിക്കും ഹെഡ്? ഹെഡ് എന്ന് പറയുന്ന വ്യക്തി പറയാം ആരായിരിക്കും? കിങ് ആണ്, രാജാവാണ്. ഈ രാജാവാണ് കേന്ദ്ര ഭരണത്തിന്റെ തലവൻ എന്ന് പറയുന്നത്. ഈ രാജാവിനെ സഹായിക്കാൻ ആരുണ്ടാവും മക്കളെ? കുറെ മന്ത്രിസഭ ഉണ്ടാവേ. അപ്പൊ അവിടെ ആരുണ്ടായിരിക്കും? കുറെ മിനിസ്റ്റേഴ്സ് ഉണ്ടാവും, ഓഫീസേഴ്സ് ഉണ്ടാവും, സൈന്യപടന്മാരുണ്ടായിരിക്കും, എല്ലാവരും ഉണ്ടായിരിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ ആണ്. അപ്പൊ കിങ് ഈസ് ദ ഫൈനൽ അതോറിറ്റി. കിങ് ആണ് അല്ലെങ്കിൽ ഹെഡ്, രാജാവാണ് അതിന്റെ ഹെഡ് എന്ന് ഓർത്തു വെക്കുക. അപ്പൊ കേന്ദ്ര ഭരണത്തിന്റെ ഹെഡ് എന്ന് പറയുന്നത് ആരായിരിക്കും മക്കളെ? രാജാവാണ്. രാജാവിനെ സഹായിക്കാൻ കുറെ ആളുകളുണ്ടാവും. മിനിസ്റ്റേഴ്സ് ഉണ്ട്, ഓഫീസേഴ്സ് ഉണ്ട്, മിലിറ്ററി അല്ലെങ്കിൽ സൈനിക മേധാവികൾ എല്ലാവരും ഉണ്ടെന്ന് ഓർത്തു വെക്കാം. ഇനി അടുത്ത പോയിന്റ്, സെക്കൻഡ് പോയിന്റ് പറഞ്ഞ സ്മോൾ ആർമി ആരുടെ കയ്യിലുണ്ടായിരിക്കും? രാജാവിന്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ രാജാവിന്റെ കയ്യിൽ ഒരു സ്മോൾ ആർമി ഉണ്ട്, ഒരു ചെറിയ സൈന്യമുണ്ട്. ഈ സൈന്യത്തെ ഡയറക്ട്ലി കൺട്രോൾ എടുക്കില്ലേ? രാജാവ് എങ്ങനെ നിയന്ത്രിച്ചു? നേരിട്ട് നിയന്ത്രിച്ചു. പക്ഷെ ചെറിയ സൈന്യം മതിയോ? പോരാ, ഒരു വലിയ സൈന്യം വേണം അല്ലേ? അപ്പൊ ഈ സൈന്യത്തെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കറിയാം, നേരത്തെ ഞാൻ പറഞ്ഞു ഓരോ പ്രദേശങ്ങളിലും ഇവർ രാജാക്കന്മാര് ഭരണത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ വിഭജിച്ചിരുന്നു. അപ്പൊ ഓരോ പ്രദേശത്തും ഓരോ ആളുകൾ ഉണ്ടാവും. ആ ആളുകളെ വിളിച്ച പേരാണ് പ്രൊഫഷണൽ ഗവർണേഴ്സ് അല്ലെങ്കിൽ ഒരു ഗവർണർമാരുണ്ടായിരുന്നു. അപ്പൊ രാജാവിന് നേരിട്ട് വേണം ലോകത്തിന് പോയി നോക്കാൻ കഴിയില്ല. അപ്പൊ രാജാവ് ഓരോ പ്രദേശത്തെ നിയന്ത്രിക്കാൻ വേണ്ടി ഗവർണർമാരെ നിയമിച്ചു. ഈ ഗവർണർമാരുടെ നേതൃത്വത്തിൽ ആരുണ്ട്? കുറെ സൈന്യമുണ്ട്. അപ്പൊ ഗവർണേഴ്സിന്റെ ചുമതല എന്താണ്? മെയിൻറ്റെയിൻ ദർ മിലിറ്ററി. അവരുടെ കയ്യിലുണ്ടാവുന്ന സൈന്യത്തെ എല്ലാം എന്ത് ചെയ്തു മക്കളെ? അവർ നിയന്ത്രിച്ചു. ഓക്കെ ആണോ? അപ്പൊ സൈന്യത്തെ ആര് കൺട്രോൾ ചെയ്യപ്പെട്ടു? ഗവർണർമാർ കൺട്രോൾ ചെയ്യപ്പെട്ടു. എന്നിട്ട് എന്താ ചെയ്തത്? രാജാവിന് എപ്പോഴാണോ ആവശ്യം, സൈന്യത്തെ എപ്പോഴാണ് ആവശ്യം, ആ സമയത്ത് ഈ ഗവർണർമാര് ആർക്ക് സൈന്യത്തെ കൊടുത്തു? രാജാവിന് സൈന്യത്തെ കൊടുത്തു. ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ ഈ ഞാൻ ചോദിക്കട്ടെ, സൈന്യത്തിന്റെ തലവൻ ആരായിരിക്കും? രാജാവാണോ അല്ലെങ്കിൽ ഗവർണർമാരാണ്? ആരാണ് സൈന്യത്തെ അവിടെ നിയന്ത്രിക്കുന്നത്? ഗവർണർമാരാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് വിളിക്കാം? ഗവർണർമാർ അല്ലെങ്കിൽ ആ ഗവർണർമാരായിരിക്കുന്നത് ഹെഡ് ഓഫ് മിലിറ്ററി എന്ന് പറയും. സൈന്യത്തിന്റെ തലവൻ ആരായിരിക്കും മക്കളെ? ഒന്ന് ഓർത്ത് നോക്കി. സൈന്യ തലവൻ എന്ന് പറയുന്നത് ഗവർണർമാരാണ്. ഓക്കെ അല്ലേ? ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഈ സൈന്യം നിയന്ത്രിക്കുന്നതും അതിന്റെ തലവൻ എന്ന് പറയുന്നത് ഗവർണർമാരാണ്. അപ്പൊ ഈ ഗവർണർമാർക്ക് രാജാവ് ഒരു പേര് കൊടുത്തു, ഒരു ടൈറ്റിൽ കൊടുത്തു. ആ ടൈറ്റിലാണ് എന്ത് മക്കളെ? നായക് എന്ന് പറയുന്നത്. നായക് എന്ന് പറയുന്ന ഒരു ഫിലിം ഉണ്ട്, അതല്ല. ഓക്കെ ആണോ? നായക് എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ കൊടുത്തു അല്ലെങ്കിൽ സ്ഥാനപ്പേര് കൊടുത്തു. ഓക്കെ ആണോ? അതോടൊപ്പം എന്ത് കൊടുത്തു? അലോങ് സ്പെസിഫിക് ലാൻഡ് ഏരിയ. ഒരു പേര് മാത്രമല്ല കൊടുത്ത്, അദ്ദേഹത്തിന്റെ കൂടുതൽ അല്ലെങ്കിൽ ആ പേര് കൊടുത്ത് അതേ സമയം കുറച്ച് ഭൂപ്രദേശവും ആർക്ക് കൊടുത്തു? ആർക്ക് കൊടുത്തു? രാജാവ് നമ്മുടെ സൈന്യ തലവനായ ഗവർണർമാർക്ക് കൊടുത്തു. ക്ലിയർ ആണോ? രാജാവ് ആർക്കാ കൊടുത്തത്? സൈന്യ തലവന്മാരായ ഗവർണർമാർക്ക് കൊടുത്തു. അങ്ങനെ കൊടുത്ത ഈ സിസ്റ്റത്തെ വിളിച്ച പേരാണ് എന്ത് പേര് അറിയപ്പെടുന്നത്? നായകര സിസ്റ്റം എന്ന് പറയുന്നത്. എന്താ വിളിച്ചത്? നായകര സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? അപ്പൊ ആരാ നായകൻ എന്ന് പറഞ്ഞാല്? ഗവർണർമാരാണ്. എവിടുത്തെ ഗവർണർമാര്? ഓരോ പ്രവിശ്യ ഭരിക്കുന്ന ഗവർണർമാരാണ്. ഇത് ആരുടെ കീഴിലുണ്ടാവുന്നതാണ്? രാജാവിന്റെ കീഴിലാണ്. അവരുടെ കീഴിൽ എന്തുണ്ട്? സൈന്യമുണ്ട്, മിലിറ്ററി ഉണ്ട്. ഈ മിലിറ്ററി അവർ കൺട്രോൾ ചെയ്യപ്പെട്ടു. അപ്പൊ രാജാവിന് എപ്പോ ആവശ്യമുണ്ടോ അപ്പൊ രാജാവിനെ തിരിച്ചു കൊടുത്തു. ക്ലിയർ അല്ലേ? അപ്പൊ അങ്ങനെ ഉണ്ടായപ്പോ രാജാവ് അവർക്ക് എന്തെങ്കിലും ഒരു അവാർഡ് കൊടുക്കാണ്, അല്ലെങ്കിൽ ഒരു ടൈറ്റിൽ കൊടുത്തു, ഒരു സ്ഥാനപ്പേര് കൊടുത്തു. ആ സ്ഥാനപ്പേരാണ് എന്ത് വിളിച്ചേന്? നായക് എന്ന് പറയുന്നത്. അതോടൊപ്പം എന്ത് കൊടുത്തു? എല്ലാ സ്പെസിഫിക് ലാൻഡ് ഏരിയ, ഒരു കൂട്ടം ഭൂപ്രദേശം, ഭൂമിയും അവർക്ക് കൊടുത്തു. ഈ സിസ്റ്റത്തെ നമ്മൾ എന്ത് വിളിച്ചു?
നായങ്കർ സിസ്റ്റം എന്ന് വിളിച്ചു. ഓക്കെ അല്ലേ? അപ്പൊ എന്താ മക്കളെ നമ്മൾ പഠിച്ചത്? സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ കേന്ദ്രഭരണം. അപ്പൊ ഞാൻ പറഞ്ഞ് കേന്ദ്രഭരണ സംവിധാനം ആരുടെ കീഴില്? വിജയനഗര സാമ്രാജ്യത്തിലെ കേന്ദ്രഭരണ സംവിധാനം എന്ന് പറയുന്നത് എന്തായിരുന്നു മക്കളെ? നായങ്കര സിസ്റ്റമാണ്. അപ്പൊ രാജാവ്, മിനിസ്റ്റേഴ്സ്, അവരുടെ കീഴിലുണ്ടാവുന്ന ഉദ്യോഗസ്ഥന്മാരെ ഓർത്തു കൊടുക്കുക, അതുപോലെ തന്നെ ഗവർണറെ ഓർത്തു വെക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ എന്ത് ഓർത്തു വെക്കുക? ആരാണ് നായങ്കർ ഓർത്തു വെക്കുക. നായങ്കര സിസ്റ്റം എന്നതുകൊണ്ട് എന്തുകൊണ്ടാണ് നായങ്കര സിസ്റ്റം എന്ന പേരിൽ ഇത് അറിയപ്പെടാനുള്ള കാരണം നമ്മൾ ഓർത്തു വെക്കുക. ഒറ്റ കാര്യം ഓർക്കാനുള്ള ഇവിടെ പ്രാദേശിക ഭരണല്ലേ, അതിന് ഞാൻ മറ്റൊരു പേര് പറഞ്ഞു. എന്താ പറഞ്ഞു മക്കളെ? അയ്യങ്കാർ സിസ്റ്റം. എന്താ വെച്ചാൽ അയ്യങ്കാർ സിസ്റ്റം. ഈ അയ്യങ്കാർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ ഗ്രാമങ്ങളിൽ ഉണ്ടായ ഒരു സിസ്റ്റമാണ്. ഓക്കെ, ഇവിടെ കേന്ദ്രഭരണം ഞാൻ നേരത്തെ പറഞ്ഞു, അതേപോലെ ഗ്രാമപ്രദേശങ്ങളിൽ ഉണ്ടായ ഒരു ഭരണ സംവിധാനത്തെ വിളിച്ച പേരാണ് അയ്യങ്കാർ സിസ്റ്റം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ എന്താണ് പ്രത്യേകത? അഡ്മിനിസ്ട്രേഷൻ സിമ്പിൾ ആവുന്നതിന് വേണ്ടിയിട്ട്, ഭരണം എളുപ്പമാകുന്നതിന് വേണ്ടിയിട്ട്, അവർക്ക് പെട്ടെന്ന് ഭരിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ പറഞ്ഞില്ലേ, വിവിധ പ്രദേശങ്ങളായിട്ട് നീ മക്കളെ തരംതിരിച്ചു. അതിന് വേണ്ടിയിട്ട് എംപയർ ഡിവൈഡഡ് ഇൻ ഡിഫറെന്റ് ലാൻഡ്, വ്യത്യസ്തമായി തിരിച്ചു. ഫോർ എക്സാമ്പിൾ നാട്, വില്ലേജ്, പ്രൊവിൻസ്, ഇതൊക്കെ നമ്മളെ പ്രവിശ്യകളാക്കി, നാടുകളാക്കി, വില്ലേജുകളാക്കി സാമ്രാജ്യത്തെ വിഭജിച്ചു. ഇതാണ് സാമ്രാജ്യം എന്നുണ്ടെങ്കിൽ സാമ്രാജ്യത്തെ പ്രധാനമായും മൂന്നാക്കി തരംതിരിച്ചു. ഇതാണ് സാമ്രാജ്യം എന്നുണ്ടെങ്കിൽ സാമ്രാജ്യത്തെ പ്രധാനമായിട്ട് മൂന്നാക്കി തരംതിരിച്ചു എന്ന് ഓർത്തു വെക്കാം. നിങ്ങൾ ജസ്റ്റ് ഓർത്തു വെച്ചാൽ 1, 2, 3. ഇത് മൂന്നാമത് ഒന്നെന്ന് പറയുന്ന നാടായിരിക്കും, മറ്റേ പ്രൊവിൻസ് ആയിരിക്കും, അല്ലെങ്കിൽ പ്രവിശ്യകളായിരിക്കും, മൂന്നെന്ന് പറയുന്ന വില്ലേജുകളായിരിക്കും. അങ്ങനെ ഈ 3 പ്രദേശങ്ങളാക്കി തരംതിരിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? രാജാവിന് ഭരണം സിമ്പിൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ അയ്യങ്കാർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പ്രാദേശിക ഭരണം എന്ന് പറഞ്ഞാൽ, രാജാവിന്റെ കീഴിലുണ്ടായിരുന്ന ആ ഭരണ പ്രദേശങ്ങളെ പ്രധാനമായിട്ട് 3ആയിട്ട് ഭാഗിച്ചു. എന്തിനു വേണ്ടിയിട്ട്? ഭരണ സൗകര്യത്തിന് വേണ്ടിയിട്ട്. ഓക്കെ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വില്ലേജ് ആണ്. ഇവിടെ പറയുന്നുണ്ട് വില്ലേജ് എന്ന് പറയുന്നത് ബേസിക് യൂണിറ്റ് ഓഫ് ലേ, അഥവാ ഗ്രാമമായതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഗ്രാമങ്ങളാണ് പ്രാദേശിക ഭരണത്തിലെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ളതെന്ന് ഓർത്തു വെക്കുക. ഇവിടുത്തെ ഭരണം ആരാ നടത്തുക? ഒരു ഓഫീസറാണ്. അപ്പൊ ആ ഓഫീസറുമായി ബന്ധപ്പെട്ടായിരിക്കും എന്ത് സംവിധാനം വരുന്നത്? അയ്യങ്കാർ സിസ്റ്റം എന്ന പേരിൽ അറിയപ്പെടുന്നത്. നമുക്ക് നോക്കാം. The day-to-day administration of village was done by officers. നമുക്കറിയാം, ദൈനംദിന ഒരു ഗ്രാമത്തിലുണ്ടാവുന്ന നിത്യേന ഉണ്ടാവുന്ന ഭരണ സംവിധാനങ്ങളെല്ലാം തന്നെ നടപ്പിലാക്കിയത് ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. ഈ ഉദ്യോഗസ്ഥൻ നമ്മൾ വിളിച്ച പേര്, അല്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥന്റെ പേരാണ് അയ്യങ്കാർ എന്ന് വിളിക്കുന്നത്. അയ്യങ്കാർ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ സിസ്റ്റത്തെ നമ്മൾ എന്ത് വിളിച്ചു? അയ്യങ്കാർ സിസ്റ്റം എന്ന പേരിലും അറിയപ്പെട്ടു. ഓക്കെ ആണ്. അപ്പൊ ആരാ അയ്യങ്കാർ എന്ന് പറഞ്ഞാല്? ഗ്രാമത്തിലെ ഭരണ സംവിധാനങ്ങളെ നിർവഹിച്ചിരുന്ന വ്യക്തി, ഓഫീസർ. അതായത് വിളിച്ചതാണ് അയ്യങ്കാർ എന്ന് വിളിച്ചു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഭരണ സംവിധാനം നമുക്ക് എന്ത് വിളിക്കാം? അയ്യങ്കാർ സിസ്റ്റം എന്ന പേരിൽ അറിയപ്പെടാം. ഓക്കെ അല്ലേ? അപ്പൊ ഈ അയ്യങ്കാർ സിസ്റ്റം എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? നായങ്കർ സിസ്റ്റത്തിന് ഈക്വലാണ്. ഓക്കെ അല്ലേ? കേന്ദ്ര ഭരണത്തിന് തുല്യമായി നിലനിൽക്കുന്ന ഒന്നാണ് ഇവിടെ അയ്യങ്കാർ സിസ്റ്റം. ഇത് എവിടെ നിലനിൽക്കുന്നത്? ഇത് ഗ്രാമപ്രദേശങ്ങളിലാണ്. ആരെ ഭരണകാലത്തിൽ? വിജയനഗര സാമ്രാജ്യത്തിന് കീഴിൽ. ഓക്കെ അല്ലേ? അപ്പൊ എന്താ അയ്യങ്കാർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ആലോചിക്കണേ. അയ്യങ്കാർ എന്ന് പറഞ്ഞാൽ ഓഫീസറാണ്, ഉദ്യോഗസ്ഥന്മാരാണ്. പരമ്പരാഗതമായിട്ട് ട്രഡീഷണൽ ആയിട്ട് അവിടുത്തെ ഭരണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്ന ഒരു വിഭാഗമാണ് അല്ലേ. അതുകൊണ്ട് തന്നെ ആ സിസ്റ്റത്തെ നമുക്ക് എന്ത് വിളിച്ചു? അയ്യങ്കാരി സിസ്റ്റം എന്ന് വിളിച്ചു. ഓക്കെ ആണോ? അപ്പൊ എവിടെയാണ് ഭരണം നടത്തുന്നത്? ഗ്രാമപ്രദേശങ്ങളിലാണ്. പ്രധാനമായും 3ആയിട്ട് സാമ്രാജ്യത്തെ തരംതിരിച്ചു. ഏതൊക്കെ 3? നാട്, വില്ലേജ്, പ്രൊവിൻസ്, അല്ലെങ്കിൽ എന്ത് പറയും? പ്രവിശ്യകൾ എന്ന് പറഞ്ഞു. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇത് എന്തിനു തുല്യമാണ് മക്കളെ? നായങ്കര സിസ്റ്റത്തിന്റെ, അല്ലെങ്കിൽ അയ്യങ്കാർ എന്ന് പറയുന്ന പദവി, അയ്യങ്കാർ എന്ന് പറയുന്ന പദവി ഉണ്ടല്ലോ, എന്തിനു തുല്യമാണ് മക്കളെ? നായക് എന്ന് പറയുന്ന പദവിക്ക് തുല്യമാണ്. അപ്പൊ 2 കാര്യം പഠിപ്പിച്ചത്. ഒന്നെന്ന് പറയുന്നത് എന്താ മക്കളെ? ഇവിടെ പറഞ്ഞു നായങ്കര സിസ്റ്റം എന്ന് പറയും. ഇതെന്താണ്? കേന്ദ്രഭരണ സംവിധാനം അല്ലേ. 2 എന്ന് പറഞ്ഞാൽ അയ്യങ്കാർ സിസ്റ്റം, പ്രാദേശിക ഭരണം. ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഭാഗം നമ്മൾ ഡിസ്കസ് ചെയ്ത വിജയനഗര സാമ്രാജ്യമാണ്. അതിൽ നിങ്ങൾ ഓർത്തു വെക്കേണ്ടത് 2 ടോപ്പിക്കാണ്. ഒന്ന് അയ്യങ്കാർ സിസ്റ്റം എന്ന് പറയുന്ന പ്രാദേശിക ഭരണം, 2 കേന്ദ്രഭരണ സംവിധാനമായിട്ടുള്ള എന്ത് മക്കളെ? നായങ്കര സിസ്റ്റം എന്ന് പറയും. ഇതാണ് പലപ്പോഴും എക്സാമിന് എന്ത് ചെയ്യാൻ ചോദിക്കാം. ക്ലിയർ അല്ലേ? ഒറ്റ കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഭാഗം നമുക്ക് അവസാനിപ്പിക്കാം. അപ്പൊ ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ടോപ്പിക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് ആണ് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് ഒരു ചെറിയ ടോപ്പിക് കൂടി പഠിച്ചാലോ? പഠിക്കല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട രാജാവ് ഒരു സ്ഥാനപ്പേര് സ്വീകരിച്ചിരുന്നു, ഛത്രപതി എന്ന് പറയുന്ന പേര് കേട്ടിട്ടുണ്ട് നിങ്ങൾ?
ഛത്രപതി ഏത് രാജാവായിരിക്കും മക്കളെ? ഛത്രപതി ശിവജിനെ. ശിവജി അല്ലെങ്കിൽ സ്വീകരിച്ച ഒരു നാമം അല്ലെങ്കിൽ സ്ഥാനപ്പേരായിരുന്നു ഛത്രപതി എന്ന് പറയുന്ന പേര്. ഈ ശിവജി എന്ന് പറയുന്നത് നമുക്ക് ഇന്ന് ഇവിടെ ക്ലാസ്സിൽ പഠിക്കാനുള്ള ഒരു സാമ്രാജ്യത്തിലെ ആ സാമ്രാജ്യം സ്ഥാപിച്ച അല്ലെങ്കിൽ എംപയർ എസ്റ്റാബ്ലിഷ് അല്ലെങ്കിൽ അതായത് അതിന്റെ ഫൗണ്ടർ എന്നൊക്കെ പറയുന്നത് ആരായിരുന്നു മക്കളെ? ശിവജി എന്ന് പറയുന്ന വ്യക്തിയാണ്. അപ്പൊ ഏതാണ് ആ സാമ്രാജ്യം എന്ന് നമുക്ക് നോക്കിയാലോ? ആ സാമ്രാജ്യമാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്ന മറാത്ത എംപയർ അല്ലെങ്കിൽ മറാത്ത സാമ്രാജ്യം എന്ന് പറയുന്നത്. നമുക്ക് മറാത്ത സാമ്രാജ്യം അല്ലെങ്കിൽ ഒരു വലിയ ഭാഗം ഡിസ്കസ് ചെയ്യാനില്ല. നമുക്ക് അതിന് ചെറിയൊരു കാര്യം മാത്രം ഡിസ്കസ് ചെയ്യാൻ. അതിലെന്തായിരിക്കും? അഡ്മിനിസ്ട്രേഷൻ, ഭരണ അല്ലെങ്കിൽ അവരുടെ ഭരണ രീതികൾ എങ്ങനെയായിരുന്നു, അതിൽ എന്തായിരുന്നു സെൻട്രൽ അല്ലെങ്കിൽ ലോക്കൽ, കേന്ദ്രീകൃത ഭരണവും പ്രാദേശിക ഭരണവും എങ്ങനെയായിരുന്നു എന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. അപ്പൊ മറാത്ത അഡ്മിനിസ്ട്രേഷൻ എന്താ പഠിക്കാൻ പോകുന്നത്? മറാത്ത അഡ്മിനിസ്ട്രേഷൻ അല്ലെ, മറാത്ത ഭരണ സംവിധാനത്തെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് ഏകദേശം 17th സെഞ്ചുറി അഥവാ 17ാം നൂറ്റാണ്ടിൽ ഇന്ത്യ ഭരിച്ച ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒരു രാജാക്കന്മാരായിരുന്നു മറാത്ത വംശത്തിൽപ്പെട്ട ഒരു കൂട്ടം ആളുകൾ. അപ്പൊ അവരാണ് എന്ത് സ്ഥാപിച്ചത്? മറാത്ത എംപയർ അല്ലെങ്കിൽ മറാത്ത സാമ്രാജ്യം സ്ഥാപിച്ചതെന്ന് നമ്മൾ എന്ത് ചെയ്യാം? ആദ്യം നമുക്ക് പഠിച്ചു വെക്കാം. പഠിച്ചോ? ഓക്കെ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ മറാത്ത എംപയർ ഒരു ഫൗണ്ടർ ഉണ്ടാവല്ലോ, സ്ഥാപിക്കേണ്ട ഒരാള്. ആരെങ്കിലും ഒരാൾ ഈ സാമ്രാജ്യം സ്ഥാപിക്കണ്ടേ? എന്തിനും ഒരു സ്ഥാപകൻ ഉണ്ടാവും. ഇതിന്റെ സ്ഥാപകൻ ആരാണെന്ന് നമുക്ക് പരിശോധിക്കാം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആൾ, ഛത്രപതി എന്ന് പറയുന്ന സ്ഥാനപ്പേര് അല്ലെങ്കിൽ സ്ഥാനം അലങ്കരിച്ചില്ലേ? ആരായിരുന്നു മക്കളെ? ശിവജി ആയിരുന്നു. ആരാണ്? ശിവജി. അപ്പൊ ശിവജി സ്ഥാപിച്ച സാമ്രാജ്യമാണ് ഇത് മറാത്ത എംപയർ. ക്ലിയർ ആണോ? അപ്പൊ മറാത്ത എംപയറിന്റെ ഫൗണ്ടർ ആരാണ്? ശിവജിയാണ്. ആരാണ്? ശിവജിയാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ആ കാലഘട്ടത്തിലെ എല്ലാ കാര്യങ്ങളും ആരുടെ നേതൃത്വത്തിലായിരിക്കും? കിങ് ആയിരിക്കും, രാജാവായിരിക്കും. ഓക്കെ അല്ലേ? അപ്പൊ രാജാവ് നോക്കും ലെജിസ്ലേച്ചർ, നിയമനിർമ്മാണം, എക്സിക്യൂട്ടീവ് കാര്യനിർവ്വഹണം, ജുഡീഷ്യറി നീതിന്യായം ആൻഡ് മിലിറ്ററി സൈനികം എല്ലാത്തിന്റെയും അധിപൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യുന്നത് ആരായിരിക്കും? രാജാവായിരിക്കും. രാജാവ് നേരിട്ടാണോ? രാജാവ് നിയന്ത്രിക്കുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തെ സഹായിക്കാൻ കുറെ ആളുകൾ ഉണ്ടായിരിക്കും. ക്ലിയർ ആണോ? ഓക്കെ. അങ്ങനെ അദ്ദേഹത്തെ സഹായിക്കാൻ ഒരുപാട് ആളുകളൊക്കെ ഉണ്ട്. അങ്ങനെയാണ് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കേന്ദ്രീകൃത ഭരണം അല്ലെങ്കിൽ സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ നിലനിന്നിരുന്നത്. ഓക്കെ ആണോ? ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ കേരളത്തില് ഒരു മന്ത്രിസഭ ഉണ്ട് അല്ലെങ്കിൽ നമുക്കൊരു മുഖ്യമന്ത്രി ഉണ്ട്. ആ മുഖ്യമന്ത്രിയെ സഹായിക്കാൻ കുറെ മന്ത്രിമാരുണ്ട് ഇല്ലേ? അപ്പൊ അവരാണ് കേരളത്തിലെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതേപോലെ ഒരു സംവിധാനം ഏത് കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു? ഇവര് ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ. ആര് മക്കളെ? മറാത്ത വംശത്തിൽപ്പെട്ടവർ അല്ലെങ്കിൽ ശിവജിയുടെ കാലത്തുണ്ടായിരുന്നു. ആരുടെ കാലത്ത്? ശിവജിയുടെ കാലത്തുണ്ടായിരുന്നു. അപ്പൊ ഈ മറാത്ത സാമ്രാജ്യത്തിൽ അല്ലെങ്കിൽ മറാത്ത ഭരണ സംവിധാനത്തില് അവര് ഭരണം നടത്തിയെന്ന് പറയുന്നത് രാജാവാണ് നേതൃത്വം കൊടുത്തത്. രാജാവാണ് എന്റെ പ്രഥമനായിരുന്നത്. പക്ഷെ അദ്ദേഹത്തെ സഹായിക്കാൻ കുറെ ആളുകൾ ഉണ്ടായിരുന്നു. അപ്പൊ ആ സഭയെ അല്ലെങ്കിൽ അതിനെ നമ്മളൊരു പേര് വിളിച്ചു അല്ലെങ്കിൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. മന്ത്രിമാരുടെ ഒരു സഭ ഉണ്ടായിരുന്നു. ആ സഭ എന്ന് പറയുന്നത് ആരെ സഹായിച്ചു? രാജാവിനെ സഹായിച്ചു. ആ സഭയുടെ പേര് പഠിച്ചു വെച്ചോ? അഷ്ടപ്രധാനം. എന്താ പഠിക്കുക? അഷ്ടപ്രധാനം എന്ന് പറയും. ഓക്കെ അല്ലേ? അപ്പൊ ശിവജിയുടെ മന്ത്രിസഭയുടെ പേര് അല്ലെങ്കിൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ പേരാണ് അഷ്ടപ്രധാനം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അദ്ദേഹത്തിന്റെ മന്ത്രിസഭയുടെ നാമം അലങ്കരിച്ച് അല്ലെങ്കിൽ പേര് എന്ന് പറയുന്നത് എന്തായിരുന്നു മക്കളെ? അഷ്ടപ്രധാനായിരുന്നു. അപ്പൊ ഇതിൽ ആരൊക്കെ ഉണ്ടായിരിക്കും? കുറെ മന്ത്രിമാരുണ്ടാവും. നമുക്കറിയാം ഇപ്പൊ കേരളത്തില് മുഖ്യമന്ത്രി ഉണ്ട്. മുഖ്യമന്ത്രിയെ സഹായിക്കാൻ ആരൊക്കെ ഉണ്ട്? ധനകാര്യ ഒരാളാണ്, ആഭ്യന്തര ഒരാളാണ്. ഓരോ മേഖലകളും ഓരോരുത്തർക്ക് വിഭജിച്ചു കൊടുക്കുകയാണ്. കാരണം അത് അവരിങ്ങനെ നിയന്ത്രിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട്. മനസ്സിലാവുന്ന വിദ്യാഭ്യാസ മന്ത്രി ഉണ്ട്, ഇല്ല മക്കളെ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു തരുന്നത് അതേപോലെ അന്നും ഓരോരുത്തർക്ക് ഓരോ മേഖല വിഭജിച്ചു കൊടുത്തു. അവരാ മേഖലകൾ മാത്രം കൺട്രോൾ ചെയ്യപ്പെടാം. നമുക്കത് പരിശോധിച്ച് നോക്കാലോ. അഷ്ടപ്രധാന അല്ലെങ്കിൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് മന്ത്രിസഭയിലെ ഈ മന്ത്രിസഭയിലെ അംഗങ്ങളും അവരുടെ പ്രധാനപ്പെട്ട ചുമതലകളും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെന്ന് പറഞ്ഞാൽ പേഷ്വ എന്ന് പറയലേ. പേഷ്വ എന്ന് പറഞ്ഞാൽ പ്രൈം മിനിസ്റ്ററാണ്. അക്കാലത്ത് ആ സഭയുടെ അല്ലെങ്കിൽ ആ സഭയിലെ തലവരുണ്ടാവില്ല, തലവരെ വിളിച്ച പേരാണ് പേഷ്വ എന്ന് പറയുന്നത്. പേഷ്വ എന്ന് പറഞ്ഞാൽ പ്രൈം മിനിസ്റ്റർ അല്ലെങ്കിൽ പ്രധാനമന്ത്രി എന്ന് പറയും. ഓക്കെ അല്ലേ? പ്രധാനമന്ത്രിയാണ് ഹെഡ് അല്ല, അതിന് മേലെ ആരുടെ മക്കളെ? രാജാവുണ്ട്. മന്ത്രിസഭ നിങ്ങൾ ഓർത്തു ഓരോരുത്തർക്ക് കൊടുത്ത സ്ഥാനപ്പേരുകളാണ്. അപ്പൊ പേഷ്വ എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ, പ്രധാനമന്ത്രിയാണ്. പേര് മാത്രം പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. സെക്കൻഡ് വൺ അമേത്യ അല്ലെങ്കിൽ അമേത്യൻ എന്ന് പറയും അല്ലെ? അമേത്യ എന്ന് പറയും. അമേത്യ അല്ലെങ്കിൽ അമേത്യൻ എന്ന് പറയും. അമേത്യൻ എന്ന് പറഞ്ഞാൽ ഫിനാൻസ് മിനിസ്റ്ററാണ്. ധനകാര്യം കൺട്രോൾ ചെയ്യപ്പെടാനായിരുന്നു മക്കളെ അമേത്യ എന്ന് പറയുന്ന അല്ലെങ്കിൽ അമേത്യൻ എന്ന് പറയുന്ന
ഒരു സ്ഥാനപ്പേരുണ്ട്, അല്ലെങ്കിൽ അത് അലങ്കരിച്ച വ്യക്തിയാണ് ഫിനാൻസ്, ധനകാര്യ കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചത്. അപ്പൊ ധനകാര്യവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ആരാണ്? അമേത്യനാണ് ഈ കൺട്രോൾ ചെയ്യുക, നിയന്ത്രിക്കുക. തേർഡ് പോയിന്റ് സേനാപതി. സേനാപതി നമ്മൾ കേട്ടിട്ടുണ്ട്, ഫിലിമിലൊക്കെ കേട്ടിട്ടുണ്ട്. സേനാപതി എന്താ? സേനാപതി എന്ന് പറഞ്ഞാല് എന്തിന്റെയോ തലവനാണ്, സൈന്യത്തിന്റെ തലവൻ. അപ്പൊ ഏതായിരിക്കും? മിലിറ്ററി ആരാണ്? സേനാപതി. ഓക്കെ. ഫോർത്ത് വൺ സുമന്ത്. ആരാണ്? സുമന്ത്. പേര് മാത്രം പഠിച്ചാൽ സുമന്ത് എന്ന് പറഞ്ഞ ഫോറിൻ അഫയേഴ്സ് അല്ലെങ്കിൽ വിദേശകാര്യം. എന്താ മക്കളെ? വിദേശകാര്യം കൺട്രോൾ ചെയ്യപ്പെടുന്നത് സുമന്താണ്. നെക്സ്റ്റ് വൺ ന്യായാധീശൻ. ആ സഭയില് എന്താ മക്കളെ? നിയമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ചീഫ് ജുഡീഷ്യൽ അഫയർ, മുഖ്യ ന്യായാധിപൻ എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ മുഖ്യ ന്യായാധിപൻ എന്ന് അറിയപ്പെടുന്ന ആരായിരുന്നു? ന്യായാധീശായിരുന്നു. അപ്പൊ ന്യായാധീശനാണ് മുഖ്യ ന്യായാധിപനായിരുന്നു. സച്ചീവ് എന്ന് പറഞ്ഞാൽ റോയൽ കറസ്പോണ്ടൻസ് ആണ്. ആ രാജ്യത്തുണ്ടായ കത്തിടപാട്, രാജകീയ കത്തിടപാടുകളൊക്കെ കൺട്രോൾ ചെയ്യപ്പെട്ട ആരാണ്? സച്ചീവാണ്. നെക്സ്റ്റ് പോയിന്റ് മന്ത്രി. മന്ത്രി എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് സെക്രട്ടറി. രാജാവിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടാണ് ആരറിയപ്പെടുന്നത്? മന്ത്രിമാർ അറിയപ്പെടുന്നത്. ഒരു പോസ്റ്റ് ഉണ്ട്. നെക്സ്റ്റ് വൺ പണ്ഡിത് റാവു. പണ്ഡിത് റാവു എന്ന് പറഞ്ഞാൽ റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ ആക്ടിവിറ്റീസ്. റിലീജിയസ് എന്ന മതപരമായിട്ടും ചാരിറ്റബിൾ അഥവാ ദാനധർമ്മവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആര് കീഴിലാണ്? പണ്ഡിത് റാവുവിന്റെ കീഴിലാണ്. അപ്പൊ എത്ര പഠിക്കാണ്ട്? നമുക്ക് 8 പോയിന്റ്സ് പഠിക്കാണ്ട്. ഏതൊക്കെ 8 പോയിന്റ്? പേഷ്യ, അമേത്യൻ, സേനാപതി, സുമന്ത്, ന്യായാധീശൻ, സച്ചീവ്, മന്ത്രി, പണ്ഡിത് റാവു. ഈ 8 പ്രധാനപ്പെട്ട മിനിസ്റ്റേഴ്സിലെ ഇവരെ നമ്മൾ എന്ത് വിളിച്ചു മക്കളെ? കൗൺസിലേഴ്സ്. എന്ത് കൗൺസിലേഴ്സ്? മിനിസ്റ്റേഴ്സ് ഓഫ് കൗൺസിൽ. എന്തിന്റെ കൗൺസിലാണ് മക്കളെ? മന്ത്രിമാരുടെ ഒരു സഭയാണ്. ആ സഭക്ക് ഒരു പേര് കൊടുത്ത പേരെന്താ മക്കളെ? അഷ്ടപ്രധാനം വിളിച്ചു. ഓക്കെ. അഷ്ടപ്രധാനം എന്ന് പറയുന്നത് ആരുടെ ഭരണകാലത്തിലെ മന്ത്രിസഭയാണ്? ശിവജിയുടെ കാലഘട്ടത്തിലെ മന്ത്രിസഭയാണ്. ഇതാണ് ആരെ സഹായിച്ചത്? ഭരണത്തിൽ ശിവജിയെ സഹായിച്ചെങ്കിൽ അദ്ദേഹത്തിന്റെ ഭരണത്തിന് അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടിയിട്ടുണ്ടായ ഒരു മന്ത്രിസഭയുടെ പേരാണ്. ഓക്കേണോ? ഓക്കെ. അപ്പൊ ഈ മന്ത്രിസഭയുടെ പേരാണ് അഷ്ടപ്രധാനം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ചോദിക്കുക എക്സാമിന് അഷ്ടപ്രധാനം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എഴുതിയേക്കുന്ന ശിവജിയുടെ മന്ത്രിസഭയാണ് അല്ലെങ്കിൽ ആണെന്ന് പറയാൻ അതിന്റെ പ്രധാനപ്പെട്ട അംഗങ്ങളുടെ പേരുകൾ എഴുതി വെക്കുക. അതോടൊപ്പം തന്നെ ഓർത്തുകൊണ്ട് ഇതിന്റെ പ്രത്യേകത സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. എന്താ മക്കളെ? കേന്ദ്രീകൃത ഭരണമാണ്. രാജാവുണ്ട്, രാജാവിനെ സഹായിക്കാൻ കുറെ ആളുകളുണ്ട്. നമ്മൾ 8 ആളുകളുടെ പേര് പഠിപ്പിച്ചില്ലേ? ഇതൊക്കെ രാജാവിനെ എന്താ മക്കളെ സഹായിക്കാനുള്ളത്? എന്തിന്? ഭരണത്തിന്. അപ്പൊ ഇതാണ് മറാത്ത ഭരണസമിതി അല്ലെങ്കിൽ മറാത്ത ഭരണത്തിലുണ്ടായ കേന്ദ്രീകൃത ഭരണം എന്ന് ചോദിച്ചാൽ എന്താണ്? അഷ്ടപ്രധാനാണ്. എന്താണ്? അഷ്ടപ്രധാനം എന്ന് പറയും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഒരു കാര്യം പഠിക്കേണ്ടത് എന്താ? പഠിക്കേണ്ടത് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ. അപ്പൊ ചാപ്റ്റർ വൈൻഡ് ചെയ്യാലോ. നമ്മൾ പറയാൻ പോകുന്നത് മറാത്ത രാജവംശത്തിലുണ്ടായിരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം അല്ലെങ്കിൽ ഒരു ഭരണ സംവിധാനത്തിൽ അല്ലെങ്കിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു സവിശേഷത എന്ന് പറയുന്നത് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ എന്തു പറയും? പ്രാദേശിക ഭരണമാണ്. ഇത് ഓക്കെ അല്ലേ? അപ്പൊ നമുക്കിത് എന്താണെന്ന് പഠിക്കാം. അതിന് മുന്നോടിയായിട്ട് അവരുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഫീച്ചറായിട്ട് നമ്മൾ പുസ്തകത്തിലൊക്കെ പറയേണ്ട എക്സ്പീരിയൻസിലെ അവർ രഹസ്യ വിഭാഗം ഉണ്ടായിരുന്നു. ഇതിന് വേണ്ടിയിട്ടാണ് ഓഫീസേഴ്സിനെ നോക്കുന്നതിന് വേണ്ടിയിട്ടും അവരുടെ ഭരണമെല്ലാം തന്നെ രഹസ്യമായിട്ട് കൃത്യമായിട്ട് അത് നോക്കിക്കാണുന്നതിന് വേണ്ടിയിട്ടും അതിനൊരു വിങ് തന്നെ രൂപീകരിച്ചിരുന്നു. അതിന് രഹസ്യ വിഭാഗം സംഘടനകളെല്ലാം തന്നെ ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. നിങ്ങൾ ഓർത്തു നോക്കുക. നമുക്ക് പഠിക്കാറുള്ളത് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ എന്ത് പറയും? പ്രാദേശിക ഭരണം. പ്രാദേശിക ഭരണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. നമ്മൾ ഓരോ രാജ്യഭരണം പഠിക്കുന്ന സമയത്തും അവരുടെ എംപയർ അല്ലെങ്കിൽ സാമ്രാജ്യം, കിങ്ഡം അല്ലെങ്കിൽ രാജ്യം എന്ന് പറയുന്നതെല്ലാം തന്നെ ഒരു ഭരണ സൗകര്യത്തിന് വേണ്ടിയിട്ട് വ്യത്യസ്ത വിഭാഗങ്ങളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ മറാത്ത എംപയർ അല്ലെങ്കിൽ മറാത്ത സാമ്രാജ്യത്തിലെ പ്രധാനമായിട്ട് ഞാൻ ഒരു ചതുരം വരച്ചിട്ടുണ്ട്. അതിനെ 4 ആയിട്ട് ഭാഗിക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? 4 ആയിട്ട്. അപ്പൊ ഇവിടെ പറഞ്ഞു വരുന്നതാണ് കിങ്ഡം ഡിവൈഡ് ഇൻടു മെനി പാർട്സ്. വ്യത്യസ്ത രാജ്യത്തെ അവർ പ്രധാനമായിട്ടും 4 പാർട്ടുകളാക്കിയിട്ടാണ് തരംതിരിച്ചത്. എത്ര പാർട്ടാണ്? 4 പാർട്ടുകളായിട്ടാണ്. ഇത് ഏതൊക്കെ 4 പാർട്ടുകൾ നമുക്ക് പരിശോധിച്ചാലോ? ഒന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് പ്രൊവിൻസുകളാണ് അല്ലെങ്കിൽ എന്ത് പറയും? വളരെ സിമ്പിൾ ആയിട്ട് പ്രവിശ്യകൾ എന്ന് പറയും. രണ്ടാമതെന്ന് പറഞ്ഞാൽ ഡിസ്ട്രിക്റ്റുകളാണ്, വില്ലേജുകളാക്കി തരംതിരിച്ചു. മൂന്നാമതെന്ന് പറഞ്ഞാൽ പർഗാന എന്ന് പറയും. നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ് പർഗാന എന്നൊക്കെ പറയുന്നത്. അതോടെ തന്നെ ഫോർത്ത് വൺ വില്ലേജ്, ഗ്രാമം എന്ന് പറയും. അങ്ങനെ 4 ആയിട്ട് എന്ത് ചെയ്യപ്പെട്ടു? ഇവര് അവിടെ രാജ്യത്തെ എന്ത് ചെയ്യപ്പെട്ടു? 4 പാർട്ടുകളായിട്ടൊക്കെ വിഭജിച്ചു എന്ന് പറയും. ഇതിനു വേണ്ടിയിട്ടാ ഭരണം അഡ്മിനിസ്ട്രേഷൻ സിമ്പിൾ ആവുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഭരണം എളുപ്പമാകുന്നതിന് വേണ്ടിയിട്ട്. ആരുടെ കാലഘട്ടത്തിൽ? മറാത്ത എംപയർ അല്ലെങ്കിൽ മറാത്ത സാമ്രാജ്യ കാലഘട്ടത്തിൽ. ആര് ഭരിച്ച സമയത്ത്? ശിവജിയുടെ ഭരണ കാലഘട്ടത്തൊക്കെ നിങ്ങൾ ഓർത്തു വെക്കാം. ഓക്കെ അല്ലേ? അപ്പൊ രാജ്യത്തെ റീജൻസിന് എന്തായിട്ട് മക്കളെ 4 ആയിട്ട് തരംതിരിച്ചു. പ്രവിശ്യ, ഡിസ്ട്രിക്ട്, പർഗാന ആൻഡ് വില്ലേജ് എന്ന് പറയും. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ
ഇവിടെയൊക്കെ ഓരോ ഓഫീസേഴ്സ് ഉണ്ടാവും. ഇവരാരെ നിയമിക്കാം? രാജാവാണ്. കിങ് അപ്പോയിന്റ് മെനി ഓഫീസേഴ്സിലെ ഒരുപാട് ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കും. ക്ലിയർ അല്ലേ? അപ്പൊ രാജാവിന്റെ നിയന്ത്രണത്തിലാണ് ഈ പ്രദേശമൊക്കെ ഉണ്ടാകുക എന്ന് നമ്മൾ പഠിച്ചു വെക്കുക. അതോടൊപ്പം തന്നെ കൺട്രിയെ, രാജ്യത്തെ വീണ്ടും രണ്ടായി വിഭജിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ നാലായി പറഞ്ഞു. അത് കൂടാതെ വീണ്ടും രണ്ടായിട്ട് രാജ്യത്തെ വിഭജിച്ചു. ഒന്ന് സ്വരാജ് എന്ന് പറയും, രണ്ട് മൊഗളൈ എന്ന് പറയും. ഏതൊക്കെ മക്കളെ? ഒന്ന് സ്വരാജ് എന്ന് പറയും, രണ്ട് മൊഗളൈ എന്ന് പറയും. മൊഗളൈ അതുപോലെ തന്നെ സ്വരാജ് എന്ന് പറയും. സ്വരാജ് എന്ന് പറഞ്ഞാല് ടെറിട്ടറീസ് ഓഫ് മറാത്ത്. മറാത്തികൾ അധിവസിച്ചല്ലേ, അല്ലെങ്കിൽ അവരുടെ ഭൂപ്രദേശം, മറാത്തികളുടെ അല്ലെങ്കിൽ മറാത്ത രാജവംശ അല്ലെങ്കിൽ മറാത്ത വംശത്തിൽപ്പെട്ടവരുടെ ഭൂപ്രദേശത്തെ നമ്മൾ പൊതുവെ വിളിക്കും സ്വരാജ് എന്ന് വിളിക്കും അല്ലെ, എന്റെ രാജ്യം എന്നൊക്കെ പറയാം. അപ്പൊ ഞാൻ പറഞ്ഞു മറാത്തികൾ ജനിച്ചു വളർന്നു വന്ന അല്ലെങ്കിൽ അവരുടെ പ്രദേശത്തെ നമ്മൾ സ്വരാജ് എന്ന് ചെയ്യപ്പെട്ടു, ഡിവൈഡ് ചെയ്യപ്പെട്ടു. രണ്ട് മൊഗളൈ. എന്താ മൊഗളൈ എന്ന് പറഞ്ഞാൽ? മൊഗളൈ എന്ന് പറഞ്ഞാൽ ക്യാപ്ചർ റീജൻ ആണ്. തെറ്റിയതാണ് മക്കളെ. എന്താ പറയുക? മൊഗളൈ എന്നാണ് കൊടുത്തു നോക്കട്ടാ. മൊഗളൈ എന്താണ്? മൊഗളൈ എന്ന് പറഞ്ഞാൽ ക്യാപ്ചർ റീജൻ ആണ്, പിടിച്ചെടുക്കപ്പെട്ട പ്രദേശം. മനസ്സിലാവുന്നതാ? മറാത്ത വംശത്തിൽപ്പെട്ട രാജാക്കന്മാരെ മറ്റു പ്രദേശങ്ങളെ പിടിച്ചെടുക്കുന്നു. യുദ്ധങ്ങളിലൂടെ ആയിരിക്കാം, മറ്റു വിഷയങ്ങളിലൂടെ എല്ലാം അങ്ങനെ പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രദേശങ്ങളെ നമ്മൾ എന്ത് വിളിച്ചു? മൊഗളൈ എന്ന് വിളിച്ചു. എന്താ വിളിച്ചേ? മൊഗളൈ. അപ്പൊ സ്വരാജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടെറിട്ടറീസ് ഓഫ് മറാത്തിലെ മറാത്തികളുടെ അല്ലെങ്കിൽ അവരുടെ ജനിച്ചു വളർന്നു അല്ലെങ്കിൽ അവരുടെ പ്രദേശങ്ങളെ നമ്മൾ എന്ത് വിളിച്ചു? സ്വരാജ് എന്ന് വിളിച്ചു. അവരുടെ രാജ്യമാണ്, പ്രദേശമാണ്. പക്ഷെ അവർ പിടിച്ചെടുത്ത പ്രദേശങ്ങൾ എന്ത് വിളിച്ചു? മൊഗളൈ എന്ന പേരിൽ അറിയപ്പെട്ടു. അപ്പൊ വീണ്ടും രാജ്യത്തെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യപ്പെട്ടു. ആരുടെ കാലഘട്ടത്തിൽ? ഡ്യൂറിംഗ് ദി പീരീഡ് ഓഫ് മറാത്ത എംപയർ അല്ലെങ്കിൽ മറാത്ത സാമ്രാജ്യത്തിന്റെ കാലഘട്ടത്തിലാണ് പ്രധാനമായിട്ടും രണ്ടായിട്ട് വിഭജിച്ചെന്ന് ഓർത്തു വെക്കാം. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്. ഇനി ഇവിടെ നമുക്ക് പഠിക്കാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ 2-3 ചെറിയ പോയിന്റ്സ് പറയുന്നുള്ളൂ, നിങ്ങൾ ഓർത്തു വെക്കാം. 2 ടാക്സുകൾ പഠിക്കാം. നമുക്ക് 2 ടാക്സുകൾ എന്ത് ചെയ്യപ്പെട്ടിരുന്നു? കളക്ട് ചെയ്യുന്നു. ഒന്ന് ചൗദ് എന്ന് പറയും. ഒന്നാമതാണ് ചൗദ് എന്ന് പറയും. ഓക്കെ ആണോ? സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സർദേശ് മുഖി. ഏതൊക്കെയാണ്? ചൗദ് എന്ന് പറയും, അതുപോലെ തന്നെ മക്കളെ സർദേശ് മുഖി എന്ന് പറയുന്നു. ഓക്കെ, ചൗദ് എന്ന് പറയുന്നു, സർദേശ് മുഖി എന്ന് പറയുന്നു. 2 ടാക്സസിലെ കളക്ടഡ് അല്ലെങ്കിൽ അവർ എന്ത് ചെയ്തു? 2 നികുതികൾ അവർ ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കപ്പെട്ടിരുന്ന ആരുടെ കാലഘട്ടത്തില്? മറാത്ത ഭരണകാലഘട്ടത്തിൽ പിരിച്ചെടുത്ത 2 പ്രധാനപ്പെട്ട ടാക്സുകളാണ്. അപ്പൊ നമുക്ക് പഠിക്കാത്ത 2 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് ഇവർ ഈ പ്രദേശങ്ങളെ 4ആയിട്ട് തരംതിരിച്ചത്. അതിനുശേഷം വീണ്ടും 2ആയിട്ട് ഏതൊക്കെയാണ്? മൊഗളൈ എന്ന് പറയുന്ന പ്രദേശവും സ്വരാജ് എന്ന് പറയുന്ന പ്രദേശം. 2 എന്ത് ഓർത്തു വെക്കാം. 2 ടാക്സുകളുടെ പേര്. ഇത്ര മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. ഓക്കെ അല്ലേ? ഇതാണ് നമ്മൾ പ്രധാനമായിട്ടും ഓർത്തു വെക്കേണ്ട പോയിന്റ്സ്. അപ്പൊ മറാത്ത അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ മറാത്ത ഭരണ സംവിധാനം ചോദിക്കുന്ന സമയത്ത് നമ്മൾ 2 കാര്യങ്ങൾ ഓർക്കണം. ഒന്ന് സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ, കേന്ദ്രീകൃത ഭരണ സംവിധാനം. നേരത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്താ പഠിപ്പിച്ചത്? ശിവജിയെ സഹായിക്കാൻ ഒരു സഭ ഉണ്ടായില്ലേ? എന്താ സഭയുടെ പേര്? അഷ്ടപ്രധാൻ എന്ന് പറയുന്ന സഭ. അതിൽ പ്രധാനമന്ത്രി, പേഷ്വ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെ വേണം. അങ്ങനെ കുറെ ഉദ്യോഗസ്ഥന്മാരെ പറഞ്ഞില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു അത് ഓർത്തു നോക്കാം. അതിനുശേഷം നമ്മൾ പഠിച്ചത് എന്താണ്? എന്തായിരിക്കും? ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ. എന്താ പറയാ? ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ എന്ത് പറയും മക്കളെ? പ്രാദേശിക ഭരണം എന്ന് പറയും. ഇവിടെ നിങ്ങൾ ഓർത്തു നോക്കണം. പ്രദേശങ്ങളെ 4ആയിട്ട് തരംതിരിച്ചു. പ്രവിശ്യകൾ പറഞ്ഞു അല്ലേ? പിന്നെന്ത് പറഞ്ഞു? പർഗാനകൾ പറഞ്ഞു, വില്ലേജുകൾ പറഞ്ഞു. അതോടൊപ്പം തന്നെ എന്തും പറഞ്ഞു? പർഗാനകൾ പറഞ്ഞു, വില്ലേജ് പറഞ്ഞു, ഡിസ്ട്രിക്ട്സ് അല്ലെ, ജില്ലകൾ പറഞ്ഞു. 4ആയിട്ട് തരം. വീണ്ടും 2ആയിട്ട് പറഞ്ഞു. മൊഗളൈ എന്ന് പറയുന്നതും സ്വരാജ് എന്ന് പറയുന്ന പ്രദേശങ്ങൾ. ഓക്കെ അല്ലേ? 2 ടാക്സുകളാണ് ചൗദ്, സർദേശ് മുഖി. ഈ 2 കാര്യങ്ങളെ നമുക്ക് എവിടെ പഠിക്കാനുള്ളോ? മറാത്ത അഡ്മിനിസ്ട്രേഷൻ, മറാത്ത ഭരണ സംവിധാനത്തിൽ പഠിക്കാനുള്ളത്. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ ഈ ചാപ്റ്റർ നമുക്ക് പറയാണ്ട് വൈൻഡപ്പ് ചെയ്യാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. പ്രധാനമായിട്ടും 5 എന്താ പഠിക്കാനുള്ളത്? 5 ഭരണ സംവിധാനങ്ങളെ കുറിച്ച് പഠിക്കാൻ. 5 രാജവംശത്തെ അല്ലെങ്കിൽ 5 രാജവംശങ്ങളുടെ കുറിച്ചും അവരുടെ ഭരണ സംവിധാനങ്ങളെ കുറിച്ചുമാണ് നമ്മൾ ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്തത്. ഒന്ന് വേഗം ഓർത്തു നോക്കിയാണ് മക്കളെ. ഫസ്റ്റ് വൺ, ആദ്യം നമ്മൾ ആരെ കുറിച്ച് പഠിച്ചു? ഡൽഹിയിലേക്ക് പോ, പെട്ടെന്ന് പോ. ആരായിരിക്കും? താജ്മഹലൊക്കെ പറഞ്ഞ ഓർമ്മണ്ടോ? ആണോ? അല്ല, അതിന് മുന്നോടിയായിട്ട് എന്തോന്ന് പറഞ്ഞിട്ടുണ്ട്. വേഗം ഓർക്ക്. വേഗം മക്കളെ പെട്ടെന്ന് പറയും. സൽത്തനത്ത് ഡൈനാസ്റ്റി ഓർമ്മല്ലേ? അവരുടെ ഭരണ സംവിധാനങ്ങളെ. അതിനുശേഷം ആര് വന്നോ? താജ്മഹൽ ഓർമ്മല്ലേ? ആരാണ്? ഷാജഹാനൊക്കെ പറഞ്ഞില്ലേ? ഏത് രാജവംശമാണ്? മുഗളന്മാർ. അവ 2ാമതായിരിക്കും മുഗളന്മാർ. അപ്പൊ 1 സൽത്തനത്ത്, 2 മുഗളന്മാര്, 3 ചോളന്മാര്, 4 ആരായിരിക്കും? വിജയനഗര സാമ്രാജ്യം ഓർമ്മല്ലേ? 5 മറാത്ത സാമ്രാജ്യം. ഈ 5 എംപയർ അല്ലെങ്കിൽ സാമ്രാജ്യങ്ങളെ കുറിച്ച് പഠിപ്പിച്ചു.
ആ സാമ്രാജ്യത്തിന്റെ ഡീറ്റെയിൽസ് ആയിട്ട് പഠിച്ചോ? ഇല്ല. നമ്മൾ അവരുടെ എന്താ പഠിച്ചത്? അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റമാണ്, ഭരണ സംവിധാനങ്ങളാണ്. ഇന്നും നമ്മുടെ നാടുകളിലെ അല്ലെങ്കിൽ പല രാജ്യങ്ങളിലും നമ്മുടെ ഇന്ത്യയിലൊക്കെ എന്ത് നോക്കാം, ഇവരുടെ ഈ മധ്യകാലത്ത് ഇന്ത്യയിൽ ഭരിച്ച രാജാക്കന്മാരുടെ ഭരണരീതികളെല്ലാം തന്നെ നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്, സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട്. ആ പല കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫോളോ ചെയ്യുന്നത് ഓർത്തു വെക്കുക. അപ്പൊ നിങ്ങൾ മുഗളന്മാരെ കുറിച്ചൊക്കെ നന്നായിട്ട് പഠിക്കാം. മുഗളന്മാരും സൽത്തനത്തൊക്കെ നിർബന്ധമായിട്ട് ഓർത്തു വെക്കണം. അതോടൊപ്പം തന്നെ ലാസ്റ്റ് പഠിപ്പിച്ച 3 രാജവംശം, ചോളന്മാരും മറാത്തകളും വിജയനഗര എംപയറും, ഈ 3 നമ്മൾ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ 5 പഠിക്കാനുള്ളൂ. ഈ 5 രാജ്യങ്ങളുടെ അല്ലെങ്കിൽ സാമ്രാജ്യം അല്ലെങ്കിൽ ഡൈനാസ്റ്റികളുടെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് അല്ലെങ്കിൽ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തത്. അപ്പൊ നിങ്ങൾ ഇതൊക്കെ നന്നായിട്ട് പുസ്തകം വായിച്ചു നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, പുതിയൊരു ചാപ്റ്ററുമായിട്ട് വരാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ.